ഒരു 60-65 ലക്ഷം ബഡ്ജറ്റിലൊക്കെ പേരൂക്കട സൈഡിലൊക്കെ വീടുകൾ നോക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതായത് പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ നല്ല വീതിയുള്ള റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി പറഞ്ഞുതരാം. നമ്മുടെ കാച്ചാണി, അതായത് പേരൂക്കടയിൽ നിന്ന് വരുമ്പോൾ വഴയിലയിൽ നിന്ന് റൈറ്റ് കയറുമ്പോൾ മുക്കോല ജംഗ്ഷനായി. മുക്കോല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പെട്രോൾ പമ്പ്, അത് കഴിഞ്ഞ് മുസ്തഫ സോമിൽ എന്ന് പറഞ്ഞൊരു സോമിൽ കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ദേവി ലൈൻ, അതിനകത്ത് ഏകദേശം ഒരു 300-350 മീറ്റർ വന്നു കഴിഞ്ഞാൽ ശ്രീരാഗം എന്നാണ് നമ്മുടെ വീടിൻ്റെ പേര്. അപ്പോൾ അതിലൊരു 3 വളവ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന വീട് ടോട്ടലായിട്ട് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. 3.25 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ ഏറ്റവും മേളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ റൂഫൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഈ ഭാഗത്ത് നമുക്ക് വണ്ടികളൊക്കെ കയറ്റി പാർക്ക് ചെയ്യാവുന്നതാണ്. ടോട്ടലായിട്ട് 3 ബെഡ്റൂം വരുന്നൊരു വീടാണ്. അപ്പോൾ ഇത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചതിന് കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നേരെ കയറി വരുമ്പോൾ നമുക്കിതാ ഇവിടെ ആയിട്ടൊരു കോമൺ സ്പേസ് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയ വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലേക്ക് അടച്ചിട്ട് ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. പിൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയൊന്നും നനയത്തില്ല. അപ്പോൾ ഈ ഒരു ഇതുപോലെ സ്ലാബ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മീൻ കഴുകൽ പരിപാടികളൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്യാനും സാധിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്കെല്ലാം സ്റ്റോറേജ് ആക്കി എടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു കോമൺ സ്പേസ് തന്നെയാണ്. എന്നിട്ട് 2 ബെഡ്റൂമിലേക്കാണ് എൻട്രി വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ജനലിന് ചുറ്റുമാണ് ആ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ളത്. മേളിലേക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത്. ഇപ്പോൾ അവിടെ കണ്ടതുപോലെ തന്നെ ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡ്രസ്സിംഗ് ടേബിൾ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അതായത് 2 ബാൽക്കണിയിലേക്കാണ് എക്സസ് വരുന്നത്. ഇതുപോലെ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുള്ള ഒരു ബാൽക്കണിയും അടുത്തൊരു ബാൽക്കണി സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുണ്ട്. ടെറസിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 65 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.